സംഭവിച്ചത്. എൻ്റെ മോള് തന്നെ പറയും അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ വിഷം വരെ കൊടുത്ത് കവിള് പൊത്തിപ്പിടിച്ചും കൊണ്ട് എലി വിഷം കലക്കി കൊടുത്തെന്ന്. പരാതി ഞങ്ങൾ അത് പറയാൻ വിട്ടുപോയി. പല പ്രാവശ്യം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. പാലോട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് നെടുമങ്ങാട്ട് ഞങ്ങൾ പല ആവർത്തി പരാതി കൊടുത്തപ്പോഴും ഈ പരാതി കണക്കിലെടുക്കൂല. കാരണം എന്നും അവിടെ വണ്ടി ഓട്ടിച്ചിട്ടുണ്ട് പോലീസുകാർ. അതുകൊണ്ട് പോലീസുകാരല്ല ഇവൻ്റെ സൈഡാണ് നിൽക്കണം. ഞങ്ങൾ നെടുമങ്ങാട് സ്റ്റേഷനിൽ എന്നിട്ട് പല ആവർത്തിയിലും ഞങ്ങൾ അവിടെ കൊടുത്തതാണ്. എന്നിട്ടും ആ കേസിന് ഒരു തുമ്പും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പം വനിതാ കമ്മീഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ആദ്യത്തെ ഒരു ദിവസം വന്ന് പിന്നെ 3 പ്രാവശ്യം വിളിച്ചിട്ട് ഇവൻ കള്ളങ്ങൾ പറഞ്ഞ് ഒഴിയും വരൂല. അന്ന് ആദ്യത്തെ പ്രാവശ്യം ഹിയറിങ്ങിന് വിളിച്ച് ഇവൻ വന്ന് അപ്പോഴവർ പറഞ്ഞ് അവിടുത്തെ വനിതാ കമ്മീഷണർ പറഞ്ഞ് നീ മാസത്തിൽ എത്ര രൂപ കൊച്ചിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ചികിത്സയ്ക്ക്. 1 രൂപ പോലും തന്നിട്ടില്ല. പിന്നെ അവർ വിളിച്ചാൽ വരെയുമില്ല. കഴിഞ്ഞ ദിവസമാണ് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച് 1.5 വയസ്സുകാരൻ്റെ കൊലപാതകം നമ്മൾ കണ്ടത്. അതിന് പ്രതിയായിട്ടുള്ള അഷ്കർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാനച്ഛൻ. ഈ രണ്ടാനച്ഛന് ഇതിന് മുമ്പൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയെ പുറകെ നടന്ന് വശീകരിച്ച് അവളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം അവളെ അടിച്ച് കോമയിലാക്കി ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടാണ് ഇവൻ രണ്ടാമത് വീണ്ടും വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയിട്ട് അവളെ കല്യാണം കഴിക്കുന്നത്. ഈ രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണാണെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ കുട്ടിയാണ് ഇപ്പം ഇവൻ തല്ലിക്കൊന്നത്. ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. ഇപ്പം ഈ സംസാരിച്ച ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള ഈ വീഡിയോയിൽ സംസാരിച്ച ഈ ഒരു ചേച്ചി എന്ന് പറയുന്നത് ആദ്യം കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അമ്മയാണ്. ആ അമ്മ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇവനെ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവനെതിരെ. ആ പെൺകുട്ടിയെ തല്ലിയ സമയത്ത് ഈ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ അന്ന് നമ്മുടെ ഏമാമാർക്ക് ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ 1.5 വയസ്സുള്ള കുഞ്ഞിന് ഇപ്പം ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണമായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇത് മാത്രമല്ല, ഇവർ 1ഉം 2ഉം പ്രാവശ്യം 6 പ്രാവശ്യം പോയി കംപ്ലൈൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞത് ചിലവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഒപ്പിച്ചു തരാമെന്നുള്ള സെറ്റപ്പിലാണ് പറഞ്ഞത്. അന്ന് അവനെ അവിടെ വേണ്ട ശിക്ഷ കൊടുത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പം ഈ ഒരു കുഞ്ഞിന് ഈ ഒരു ഗതി വരില്ലായിരുന്നു. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു അവസ്ഥ. ഒരു പ്രശ്നവുമായിട്ട് നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവരവിടെ സോൾവ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നോക്കുക. പ്രത്യേകിച്ച് ഈ ചേച്ചി പറയുന്ന പോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ എങ്ങനെയും തേച്ച് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടേ നോക്കുകയുള്ളൂ. എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഈ ഒരു കുഞ്ഞിന് അവസ്ഥ വരില്ലായിരുന്നു. അതുമാത്രമല്ല, ബാക്കിയും കൂടെ നിങ്ങൾ കേട്ടു നോക്ക്. ജീവിതമാണ് ഈ കൊച്ചിനെ ഇനി അവിടെ ഇട്ട് കൊല്ലം. പോലീസ് സ്റ്റേഷനിൽ എത്ര തവണ പരാതി കൊടുത്തു? പോലീസ് സ്റ്റേഷനിൽ ഒരു 6 പ്രാവശ്യമെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഞങ്ങൾ കൊടുത്ത് അവനെ ഒരു ദിവസം വിളിച്ച് അവൻ വന്ന്, പിന്നെ പോലീസുകാർ വിളിച്ചിട്ട് അവൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മളുടെ പറഞ്ഞ് നിങ്ങൾ ഒരു പരാതി തരുന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് പിന്നെ പരാതി കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വഞ്ചിയൂർ കോടതിയിൽ പിന്നെ വനിതാ കമ്മീഷനിൽ നിന്ന് പേപ്പർ വഞ്ചിയൂർ കോടതിയിൽ അയച്ച് അവിടെ അവർ വിളിച്ചിട്ട് അവൻ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കോടതി നെടുമങ്ങാട്ടാണ്, അപ്പം നെടുമങ്ങാട്ട് നല്ല രീതിയിൽ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് നെടുമങ്ങാട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട്. അതായത് 6 പ്രാവശ്യമാണ് ഈ പറയുന്ന അഷ്കർ എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തികെട്ടവനെതിരെ ഇവർ പരാതി കൊടുത്തത്. പക്ഷേ ഏമാമാർക്ക് സമയമില്ല, അല്ലെങ്കിൽ ഏമാമാർക്ക് അത് ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതൊരു കേസുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് കേരള പോലീസിലെ മിക്ക ഉദ്യോഗസ്ഥരും. പക്ഷേ ഇതേപോലുള്ള ചില പോലീസ് സ്റ്റേഷനുകളുണ്ട്, സ്റ്റേഷനിൽ സാറുമാരുണ്ട്, അവർക്കാണ് ഈ ഒരു കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 6 പ്രാവശ്യമൊക്കെ ഒരു പരാതിയുമായിട്ട് ചെന്നിട്ട് അവനെ ഒന്ന് തൊടാൻ വേണ്ടി പോലും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരവസ്ഥയാണ്. എന്നിട്ട് ഇവനെ ഇപ്പം പിടിച്ച സമയത്ത് നാട്ടുകാർ കൈവെക്കുന്ന സമയത്ത് അവനെ സേവ് ചെയ്തുകൊണ്ട് പോകുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ സിസ്റ്റം? അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ മരണത്തിനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6 പ്രാവശ്യം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും അതിനൊരു നടപടിയും സ്വീകരിക്കാതിരുന്ന നമ്മുടെ സാറുമാർ തന്നെയാണ്. അപ്പോൾ അവർ ഇതിന്
മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോഴും ഈ പറയുന്ന അഷ്കറിൻ്റെ ആദ്യ ഭാര്യ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. അതായത് ഒരു പെൺകുട്ടീനെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ തല ഭിത്തിക്ക് അടിച്ചിട്ട് കോമയിലാക്കുക. എന്നിട്ടും ഇവനെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് പറ്റിയിട്ടില്ല, നമ്മുടെ പോലീസുകാർക്ക് പറ്റിയിട്ടില്ല. എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നും മോനെ, ഒരു രക്ഷയില്ലാത്ത സർവീസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലായിട്ട് നിൽക്കുന്ന, കാവലാണ് കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള, കാക്കി ഇട്ടിട്ടുള്ള പല പോലീസുകാർക്കും ഇത് തന്നെയാണ് മടി. പോയി അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കേസ് ഡീൽ ചെയ്യാനോ ഉള്ള മടി, അത്ര തന്നെ. അത് തന്നെയാണ് ഈ ഒരു കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്കും വരുത്തി വെച്ചിട്ടുള്ളത്. ഇതിപ്പം ഇപ്പോഴത്തെ ആ ഒരു ആവേശത്തിന് ഇവനെ പിടിക്കുന്നു, തെളിവെടുക്കുന്നു, കൊണ്ടുപോകുന്നു, ഇത് തന്നെ. ഇതേപോലുള്ള വേറൊരു കേസ് വന്നു കഴിയുമ്പം വീണ്ടും ഇതേപോലെ തന്നെ ആയിരിക്കും. അതായത് വീണ്ടും ഇതേപോലെ ആരെങ്കിലും തല്ലി ഇടിച്ചു കോമയിലാക്കി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കംപ്ലൈൻറ്റുമായിട്ട് ചെന്ന് കഴിയുമ്പം അത് നമുക്ക് വിളിച്ച് സെറ്റാക്കാം, ചിലവിനുള്ള പൈസ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇവൻ പോലീസ് സ്റ്റേഷനിൽ എപ്പോഴോ ഒന്ന് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവനെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിയെടുക്കണം എന്നുള്ള സെറ്റപ്പിലാണ് സാറന്മാർ പെരുമാറിയത്. എങ്ങനെയുണ്ട്? അപ്പം ഈ പറയുന്ന സാറന്മാർക്ക് നമ്മളൊരു സല്യൂട്ട് കൊടുക്കണ്ടേ? ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയാണ് കാരണക്കാർ. ഇവർ തന്നെയാണ് കാരണക്കാരെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഒരു വാർത്ത കേട്ടത് പിന്നെ സത്യം പറയാലോ, ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് തന്നെ അറിയുന്നവർ എത്ര പേരുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് എങ്ങനെ ആ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഇത്രത്തോളം ക്രൂരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തായിരിക്കും അവൻ്റെ മനസ്സിലുള്ള ഒരു ഇത് ആ ചെയ്യുന്ന സമയത്ത്? എന്ത് സന്തോഷമായിരിക്കും അവന് കിട്ടുന്നുണ്ടാവുക? അല്ല, അതിപ്പോൾ ആദ്യത്തെ ഭാര്യനെ അടിച്ച് തലയടിച്ച് പൊളിച്ച് കോമയിലാക്കിയപ്പോൾ തന്നെ അവൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടി പോയ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ഭാര്യ, അവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അവളൊക്കെ എന്താണ് പറയേണ്ടത്? അവളൊക്കെ ശരിക്കും പറഞ്ഞാൽ തൊഴണം. അയ്യോ അമ്മോ, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇവനെ തന്നെ പോയി ഇവൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ വേണ്ടി കാണിച്ച ആ മനസ്സ് കൊള്ളാം. എന്തായാലും നമ്മുടെ സർവീസ്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസുകൾ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സർവീസുകളും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടാറുണ്ട്. ഓക്കെ, ഒരു കാര്യമായിട്ട് നമ്മൾ പോകുന്ന സമയത്തെ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. എന്തായാലും ഏമാന്മാർ കൊള്ളാം. 6 പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്തിട്ടും നല്ല ശിക്ഷ മേടിച്ച് കൊടുത്തല്ല അല്ലേ?